മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം. ബിഗ് ബോസ് ഹൗസിൽ നിന്നൊരു പുതിയ ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ബിഗ് ബോസ്. ഇന്ന് 2 പുതിയ അതിഥികൾ വീട്ടിലെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ. ഇവർ വന്നത് ഏഷ്യനെറ്റിലൂടെ ഉടൻ പ്രേക്ഷകരെ കാണാനിരിക്കുന്ന പുതിയ സിറ്റ്കോം ഹാപ്പി കപ്പിൾസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയവരിൽ ഒരാൾ അനുമോളുടെ പഴയ സുഹൃത്തായ ജീവനായിരുന്നു. കൂടാതെ ഹാപ്പി കപ്പിൾസിലെ നടിയും വന്നിട്ടുണ്ടായിരുന്നു. ജീവനെ കണ്ട നിമിഷം തന്നെ അനുമോൾ ആകെ ഷോക്കിലായിരുന്നു. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് പോലെ കാണുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാത്ത പോലെ, പരിചയമില്ലാത്ത പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടുന്നില്ല. എന്താണ് ഇവർ തമ്മിൽ പ്രശ്നം എന്നറിയില്ല. അത് അനുമോളുടെ പഴയൊരു സുഹൃത്തായിരുന്നു. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതോ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയുന്നില്ല. മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി മാറി പോകുന്നുണ്ട്. അവർ ലിവിംഗ് റൂമിൽ വരുമ്പോൾ വേറെ സ്ഥലങ്ങളിലേക്ക് അനുമോൾ മാറി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗസ്റ്റുകൾ ലിവിംഗ് റൂമിൽ വന്ന് നിൽക്കുമ്പോൾ അനുമോള് ആദിലയും നൂറയും കൂട്ടിയിട്ട് വാഷ്റൂമിൽ പോയിട്ട് പിന്നീട് അനുമോൾ അവിടെ നിന്ന് കരഞ്ഞു വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരോടും പറഞ്ഞ അതിഥികളോടും കൂടിയിട്ട് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സിറ്റ്കോമിൻ്റെ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി കപ്പിൾസിൻ്റെ അവരവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുകയും അതിനുശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഗസ്റ്റുകൾ അവിടെ നിന്ന് കൈ കൊടുത്ത് എല്ലാവരും യാത്ര പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മടങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആദിലും നൂറയും ഡ്രസ്സിംഗ് റൂമിൽ പോയിരിക്കുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മൈക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിലേക്ക് മൈക്ക് ധരിക്കാനായിട്ട് പറയുന്നുണ്ട്, വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും ഈ മൈക്ക് ധരിക്കാതെയാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ, ആരെ പറ്റിയിട്ട് കുറ്റം പറയണേന്ന്, ആരെ പറ്റി സ്വകാര്യം പറയണമെന്നൊക്കെ പറയുന്നുണ്ട് ആര്യനാണ്. അതിനുശേഷം ഇവർ നേരെ മേക്കപ്പ് റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ സമയം ഷാനവാസ് വന്ന് അനുവിൻ്റെ ചെവിയിൽ പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് പലരും പലതും ചോദിക്കുന്നുണ്ട്, ഞാൻ ഒന്നിനും റിപ്ലൈ കൊടുത്തില്ല എന്നുകൊണ്ട് അനുവിൻ്റെ ചെവിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് കിച്ചണിലേക്ക് വരാൻ പറയുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.